ആലപ്പുഴയിൽ MDMA-യുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നുമാണ് വിഘ്നേഷിനെ MDMA-യുമായി പിടികൂടിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, CPM ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ MDMA-യുമായി പിടികൂടിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നുമാണ് വിഘ്നേഷിനെ MDMA-യുമായി പിടികൂടിയത്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി MDMA-യുമായി പിടികൂടിയ സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ലഹരിക്കെതിരെ CPM വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്, വലിയ പടയൊരുക്കമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. സുധീഷ്, ബ്രാഞ്ച് സെക്രട്ടറി CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് MDMA-യുമായി പിടിയിലായിരിക്കുന്നതിന് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? CPM-നുള്ളിൽ പൂർണ്ണമായും ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തുമെന്ന പ്രഖ്യാപനമൊക്കെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി നടത്തിയിരിക്കുകയാണ്. MDMA-യുമായി CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി, ഇദ്ദേഹം SFIയുടെ മുൻ ഏരിയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കോളേജ് യൂണിയൻ വിജയിച്ച ആളുമായിരുന്നു, UUCI വിജയിച്ച ആളായിരുന്നു. അത്തരം ഒരു വ്യക്തിയാണ് ഇപ്പോൾ MDMA-യുമായി പിടിയിലാവുന്നത്. ഇത് ഹരിപ്പാട്ട് MDMA-യുമായി ഒരു വ്യക്തി പിടിയിലായപ്പോൾ അയാൾ നൽകിയ മൊഴിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ MDMA തനിക്ക് നൽകിയത് ആലപ്പുഴ സ്വദേശിയായ വിഘ്നേഷ് ആണെന്ന് വ്യക്തമാകുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിഘ്നേഷിനെ ആലപ്പുഴയിൽ നിന്നും പിടികൂടുന്നത്. അവിടെ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ MDMA-യുമായി നിൽക്കുന്നത് കണ്ട് രാത്രി 9:30-ക്ക് ശേഷം ഒരു സംശയം തോന്നി പോലീസ് പരിശോധിക്കുമ്പോഴാണ് കയ്യിൽ MDMA ഉണ്ടായിരുന്നു. MDMA വിറ്റ് കിട്ടിയ 2500 രൂപയും ഉണ്ടായിരുന്നു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ വിഘ്നേഷിന് ആരാണ് MDMA നൽകിയെന്ന് അടക്കമുള്ള കാര്യങ്ങളിലും അതിലേക്കുള്ള അന്വേഷണത്തിന് തടയിടാനുള്ള ശ്രമവും ഇപ്പോൾ ഊർജിതമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയായാലും SFI രംഗത്തും മറ്റും പ്രവർത്തിച്ചു വന്ന ഒരാൾ, നേരത്തെ തന്നെ നമുക്കറിയാം ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ നടത്തിയ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ വെച്ച് വാഹനമടക്കം പിടികൂടിയത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ കേസിലൊന്നും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഏരിയ കമ്മിറ്റി അംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ അടക്കം രംഗത്ത് വന്നിരുന്നു. അതിന്റെ എല്ലാം തുടർച്ചയായി ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി നേതൃത്വത്തിലുള്ളവർക്കുള്ള പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ MDMA-യുമായി പിടിയിലായ സംഭവം നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.